യെസ്, ഈ ഒരു വീഡിയോ പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പൊ ആദ്യ വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഫംഗ്ഷൻസും ആണ് ചർച്ച ചെയ്തത്. അപ്പൊ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് നാച്ചർ ഓഫ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ റൂൾ ഓഫ് അക്കൗണ്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ കിടക്കാം. നമ്മൾ കോട്ട് ഭാഗങ്ങളാണ് ഈ ഒരു പാർട്ടിലേക്ക് കിടക്കുന്നത്. ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഈവൻസ് ബട്ട് ഓൾ ഈവൻസ് ആർ നോട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, നമുക്ക് നടക്കുന്ന സംഭവങ്ങളെയാണ് ഈവൻസ് എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി കളിക്കുകയാണെങ്കിലും നമ്മുടെ ഡോക്ടർമാരെ സംബന്ധിച്ചുള്ള ഈവൻസ് ആണെങ്കിലും എല്ലാം ഈവൻസുകളാണ്. പക്ഷെ അതെല്ലാം ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളൂടെ പറഞ്ഞു പോവാം. നമ്മുടെ ബിജുവിന് നമ്മളൊരു ഗുഡ്സ് വിൽക്കാണ് 50,000 റുപ്യക്ക്. അതൊരു എക്കണോമിക് ഈവൻസ് ആണ്, മണിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ മാനേജർ മരണപ്പെടുകയാണ്, അതൊരു ഈവൻസ് ആണ്. ബട്ട് അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടല്ല, ഒരു എക്കണോമിക് ഈവൻസ് അല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, നമ്മള് എക്കണോമിക് ഈവൻസ് മനസ്സിലാക്കി. ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഈവൻസ് ആണ് എക്കണോമിക് ഈവൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ എക്കണോമിക് ഈവൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ എക്കണോമിക് ഈവൻസും അതുപോലെ തന്നെ ഇന്റേണൽ എക്കണോമിക് ഈവൻസും. ഓക്കെ, ഇപ്പൊ നമ്മള് എക്കണോമിക് ഈവൻസും തന്നെ എക്സ്റ്റേണൽ എന്ന് പറയാം. പറഞ്ഞിരുന്നു പേയ്മെന്റ് ഓഫ് വേജസ് ടു എംപ്ലോയി, അതായത് നമുക്ക് എംപ്ലോയിക്ക് സാലറി കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദിസ് സപ്ലയർ, അതായത് സപ്ലയറിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാം. സെയിൽസ് ഓഫ് ഗുഡ്സ് ടു കസ്റ്റമർ, കസ്റ്റമർക്ക് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴും നമ്മൾ എക്സ്റ്റേണൽ ഈവൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ റെസിപ്റ്റ് ഓഫ് ഇൻകം. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഈവൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസിനകത്ത് നടക്കുന്ന ഈവൻസ് ആണ് ഇന്ത്യൻ ഈവൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം സ്റ്റോർ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടു സ്റ്റോർസ്. ഓക്കെ, ഇതാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അകത്ത് നടക്കുന്ന ഈവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നാച്ചർ ഓഫ് അക്കൗണ്ടിങ്ങില് രണ്ടാമത്തെ പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ പഠിച്ച അതേ പ്രോസസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് ഐഡന്റിഫിക്കേഷൻ ആണ്, രണ്ടാമത് മെഷർമെന്റ് ആണ്, കാശുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആണോ നടന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യലാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് മൂന്നാമതായിട്ട് വരുന്നത് റെക്കോർഡിംഗ് ആണ്. നമ്മൾ പറഞ്ഞാവുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്യാന്ന്. പിന്നെ ക്ലാസിഫിക്കേഷൻ ആണ് ലെഡ്ജറിന്റെ. അപ്പോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും വായിക്കുമ്പോൾ. ഓക്കെ, അതുപോലെ തന്നെയാണ് സമ്മറൈസിങ്, നമ്മൾ പഠിച്ചിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കിയിട്ട് ബാലൻസ് ഷീറ്റ് എഴുതിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, നാച്ചുറൽ ഓഫ് അക്കൗണ്ടിൽ മൂന്നാമത്തെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ലാഭത്തിന് വേണ്ടിയോ ലാഭരഹിതമായോ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഓർഗനൈസേഷൻ തന്നെ നിറയെ ടൈപ്പ് ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഒന്ന് ഏകാധിപത്യ സ്ഥാപനമാണ്, അതൊരൊറ്റ ഓണറായിട്ട് ഉണ്ടാവുക. അതിന്റെ ലാഭമായാലും നഷ്ടമായാലും അദ്ദേഹം തന്നെയാണ് അത് നേരിടുന്നത്. കടകള്, തയ്യൽ കട എന്നൊക്കെ പെടും. രണ്ടാമത് പാർട്ണർഷിപ്പ് ഫ്രെയിം ആണ്, അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ അതിന്റെ ലാഭവും നഷ്ടവും പങ്കിടുന്നതാണ് പാർട്ണർഷിപ്പ് ഫ്രെയിം എന്ന് പറയുന്നത്. മൂന്നാമത്തേന് സഹകരണ സംഘം. സഹകരണ സംഘം എന്ന് പറയുമ്പോൾ പൊതു സാമ്പത്തിക താല്പര്യമുള്ള ആളുകൾ പരസ്പര ലാഭത്തിനായി രൂപീകരിച്ചാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സംഘം എന്ന് പറയണം. ഓക്കെ, അപ്പൊ നാലാമതാണ് കമ്പനിയാണ്. കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനി ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടതും എന്നാൽ അംഗങ്ങൾക്ക് ബാധ്യത കുറവുമുള്ള സ്വതന്ത്ര നിയമ സ്ഥാപനമാണ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ കോപ്പറേറ്റീവ്. ഇത് രണ്ടും ഒരേ പ്രോസസ്സാണ് വരുന്നത്. അതായത് ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതായി സർക്കാർ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ലോക്കൽ അതോറിറ്റി എന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നും പറയുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റത്തെയാണ് എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതായത് ഒരു പൊതുലക്ഷ്യത്തിനായി കൂടുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെയാണ് നാച്ചുറൽ ഓഫ് അക്കൗണ്ടിങ്ങില്. ഈ ഒരു പോയിന്റ് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് അക്കൗണ്ടിങ് പ്രക്രിയ വഴി സൃഷ്ടിക്കപ്പെട്ട വിവരങ്ങൾ, റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയൊക്കെ ചില വ്യക്തികൾക്ക് സഹായമാവാറുണ്ട്. ഓക്കെ, ഈ ഒരു ബിസിനസ് സ്റ്റേറ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കാൻ ആളുകളെ സഹായിക്കുന്നുമുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ള ആളുകളെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ് എന്നും പിന്നെ അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും. ഓക്കെ, ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ളവരും ദിവസേന തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരുമാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയണം. അതില് എക്സാമ്പിൾ ഫസ്റ്റ് വരുന്നത് പ്രസന്റ് ഷെയർ ഹോൾഡർ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നമുക്ക് ബിസിനസ്സിൽ ലാഭമുണ്ടോ, ലാഭവിഹിതം, പിന്നെ അതുപോലെ നിക്ഷേപത്തിന്റെ സുരക്ഷ എന്നിവയൊക്കെ നിയന്ത്രിക്കാനും കഴിവുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രസന്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് മാനേജ്മെന്റ്. ഓക്കെ, CEO, CFO, വൈസ് പ്രസിഡന്റ് എന്നീ കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു വിഭാഗത്തിലാണ്. അവിടെ നമ്മുടെ ബിസിനസ്
ആസൂത്രണം ചെയ്യുക, ഏകോപിക്കുക, നിയന്ത്രിക്കുക എന്നീ കാര്യങ്ങളാണ് ഈ ഒരു മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ. പിന്നെ ബിസിനസ് യൂണിറ്റ് ആണ്. ബിസിനസ് യൂണിറ്റിൽ സ്വന്തം ബിസിനസിന്റെ പ്രകടനം വിലയിരുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ പ്ലാന്റ് മാനേജറാണ്. പ്ലാന്റ് മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ചെലവ് കുറയ്ക്കുകയും എന്ന കാര്യങ്ങളാണ് പ്ലാന്റ് മാനേജ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോർ മാനേജർ ചെയ്യുന്ന നമ്മുടെ ശേഖരിച്ച് വെച്ചിട്ട് അതിന് നിയന്ത്രണിച്ചിട്ട് അതിന്റെ വാല്യൂ കൂട്ടുക എന്നീ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുക. അതായത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഉള്ള കാര്യങ്ങളില്ലേ, അങ്ങനെ. പിന്നെ ലൈൻ സൂപ്പർവൈസർ ആണ്. അദ്ദേഹം ദിവസേന മേൽനോട്ടമാണ് നടക്കുന്നത്. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ. അടുത്ത എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. നമ്മുടെ ബിസിനസ് താല്പര്യമുള്ളതും എന്നാൽ ബിസിനസ്സിന് പുറത്തുള്ളതുമായ വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് എക്സ്റ്റേണൽ യൂസേഴ്സിൽ പെടുന്നത്. അതിന് എക്സാമ്പിൾ ഉടമകൾ അല്ലെങ്കിൽ നിക്ഷേപകരാണ്. ഇവര് ബിസിനസിന്റെ ലാഭം എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിക്ഷേപിക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനമെടുക്കാനാണ് ഇവരുടെ ഡാറ്റ അവർ ഉപയോഗിക്കുന്നത്. രണ്ടാമത് മാനേജ്മെന്റ് ആണ്. വിവിധ തീരുമാനങ്ങൾ എടുക്കാനും ഭാവി പ്ലാൻ ചെയ്യാനുമാണ് അവര് നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നത്, ബിസിനസിന്റെ ഡാറ്റ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആണ്. അതായത് നമുക്ക് ഇനി എമൗണ്ട് നൽകണോ വേണ്ടതെന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നത്, ബിസിനസ് നിലവാരം മനസ്സിലാക്കിയിട്ട്. പിന്നെ ബാങ്കേഴ്സ് നമുക്ക് നൽകിയ ലോൺ അവർ തിരിച്ചടയ്ക്കുകയോ ഇല്ലയോ, ഇനി ലോണ് പ്രൊവൈഡ് ചെയ്യണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കേഴ്സ് നമ്മുടെ ഡാറ്റ നോക്കുന്നത്. ഓക്കെ. പിന്നെ എംപ്ലോയീസ് ആണ്. ഇവർക്ക് നമ്മുടെ ശമ്പളം കൂട്ടി കിട്ടുമോ, എന്തെങ്കിലും ബോണസ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബിസിനസിന്റെ ഡാറ്റ നോക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെയാണ് അടുത്ത് ഗവൺമെന്റ് ആണ്. GST എന്നിവയൊക്കെ പിരിച്ചെടുക്കാൻ കഴിയുമോ ഇല്ലെന്ന് ബിസിനസിന്റെ ഒരു സ്റ്റേജ് നോക്കാനൊക്കെയാണ് ഗവൺമെന്റും ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, നമ്മുടെ ബിസിനസ് ഡാറ്റ നോക്കുന്നത്. പിന്നെ കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ നൽകിയ ഉൽപ്പന്നത്തിന്റെ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്താൻ കഴിയോ ഇല്ലേ എന്നീ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയും കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസിന്റെ ഡാറ്റ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അടുത്ത എട്ടാമത്തെ സെക്യൂരിറ്റി അനലിറ്റിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ് ആണ്. നമ്മുടെ കമ്പനിയുടെ ഭാവി പ്രകടനം നോക്കാനും അതുപോലെ തന്നെ വ്യാഖ്യാനിക്കാനും അവർക്ക് ഈ ഒരു ഡാറ്റ ആവശ്യം വരുന്നുണ്ട്. പിന്നെ റിസർച്ചേഴ്സ് ആണ്. അത് നമ്മുടെ കമ്പനിയെ കുറിച്ച് പഠിക്കാനും അവരുടെ ഗവേഷണത്തിന് വേണ്ടിയാണ് അവർ ഈ ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഓക്കെ. നോട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഓക്കെ. നമ്മുടെ നാച്ചുറൽ ഓഫ് അക്കൗണ്ടിങ്ങിന്റെ എൻഡിങ് ആവുന്നില്ല. അടുത്തൊരു റൂൾ ഓഫ് അക്കൗണ്ടിങ് ആണ്. റൂൾ ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞ് ഫസ്റ്റ് റൂള്, അക്കൗണ്ടിങ് ഒരു ബിസിനസിന്റെ ഭാഷയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് മനുഷ്യന് സംസാരിക്കുമ്പോൾ മലയാളം ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിന്റെ ഒരു ഭാഷയാണ്. ഓക്കെ. പിന്നെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡിങ് അക്കൗണ്ടിങ് ചെയ്യുന്ന റോളാണ്. അതായത് മുൻകാലത്തെ എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്താവുന്നത് അക്കൗണ്ടിങ്ങിലാണ് നമുക്ക് കഴിയുള്ളൂ. പിന്നെ ആസ് എ എക്കണോമിക് റിയാലിറ്റി ആണ്. നമ്മുടെ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ അതിന്റെ സാമ്പത്തിക എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അക്കൗണ്ട് വഴിയാണ്. പിന്നെ ആസ് ആൻ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഓക്കെ. അതായത് അക്കൗണ്ടിൽ വിവിധ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും വിശകലനം ചെയ്യാനും നമുക്കിതിലൂടെ സാധിക്കും. അതായത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അക്കൗണ്ടിങ്ങിലെ വിവിധ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും വിപണി വിവരങ്ങൾ വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ചാണ് വരുന്നത്. ഒന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, രണ്ടാമത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്, മൂന്നാമത്തെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ആ ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ കാര്യമാണ് ചെലവ്. ഓക്കെ. എങ്ങനെയൊക്കെ ചെലവ് എക്സ്പെൻസ് കുറച്ചിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അക്കൗണ്ടിങ് മേഖലയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് നൽകുന്ന രേഖകൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് 2 ഇത്ര കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമുക്ക് ഇതിന്റെ സംശയം നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗാൻഡിയോ ബാച്ചിലേക്ക് കൂടി ജോയിൻ ആയിക്കോളൂ. നല്ല ഗൈഡ് കിട്ടാനും നമ്മുടെ നോട്ട്സുകൾ ലഭിക്കാനും ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.